ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പ്രധാന മധ്യസ്ഥയായ വിശുദ്ധ ജർത്രൂദ് വഴിയായി നമ്മുടെ കർത്താവ് അനേകം ശുദ്ധീകരണ ആത്മാക്കളെ വളരെ വേഗം വിടുവിക്കുവാനായി ഒരു എളുപ്പ പ്രാർത്ഥന നൽകുകയുണ്ടായി. ആ ചെറിയ പ്രാർത്ഥന ഭക്തിവിശ്വാസത്തോടെ ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോൾ 1000 ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ആ പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ വേണ്ടത് വെറും 1 മിനിറ്റ്. അപ്പോൾ നാം അല്പം മനസ്സുവെച്ചാൽ ഓരോ ദിവസവും അനേകായിരം ആത്മാക്കളെ നിഷ്പ്രയാസം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ച് സ്വർഗഭാഗ്യത്തിന് അർഹരാക്കാൻ പറ്റും. ലോകത്ത് അനേകം കൂട്ടായ്മകൾ ശുദ്ധീകരണ സ്ഥലം ശൂന്യമാക്കുവാനുള്ള ശ്രേഷ്ഠമായ ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഓരോ വിശ്വാസിയും മനസ്സുവെച്ച് സഹകരിച്ചാൽ നമുക്ക് ഓരോ ദിവസവും കോടിക്കണക്കിന് വേദന സഹിക്കുന്ന ആത്മാക്കളെ വിടുവിക്കുവാനാകും എന്നതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലുമുള്ള പാപികളുടെ മാനസാന്തരത്തിനും അത് കാരണമാകും. നമ്മുടെ കർത്താവിന് അത് ഏറ്റവും പ്രിയങ്കരവുമാകും. അതുകൊണ്ട് ഓരോ ദിവസവും സാധിക്കുന്ന വിധത്തിൽ ഈ പ്രാർത്ഥന വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക. 1000 പേർ 10 പ്രാവശ്യം വീതം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ 1 കോടി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരാകും. കണ്ടാലും നമ്മുടെ തീരെ ചെറിയ ഒരു പ്രവൃത്തിയുടെ ബലം എത്ര വലുതാണെന്ന് നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.